ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DinceTalks. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർസും നമുക്ക് ഈസി ആയിട്ട് ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഫ്രീവെയറും കൊമേഴ്ഷ്യൽ ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർസ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എല്ലാം അവൈലബിൾ ആണ്. അത് ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ആ ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റിൻ്റെ പേര് ഫയൽ ഹിപ്പോ എന്നാണ്. ആ ഒരു വെബ്സൈറ്റിൽ നാവിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സോ ബ്രൗസറിൽ ഫയൽ ഹിപ്പോ എന്ന് ടൈപ്പ് ചെയ്യുക. fileHippo.com എന്നാണ് വെബ്സൈറ്റിൻ്റെ URL നെയിം. സോ നമുക്കിവിടെ ആദ്യം തന്നെ ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെയൊരു വെബ് പേജ് ഇൻ്റർഫേസ് ആണ് ഓപ്പണായി വരിക. സോ ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാറ്റഗറീസ് നമുക്ക് കാണാം. ഏത് കാറ്റഗറീസിലുള്ള സോഫ്റ്റ്വെയർസ് വേണമെങ്കിലും നമുക്ക് ഈ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ വേർഷൻസും അപ്ഡേറ്റഡ് വേർഷൻസും നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം. ഇവിടെ ബ്രൗസേഴ്സ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് കാറ്റഗറി ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ലെഷർ ഉണ്ട്, പേഴ്സണലൈസേഷൻ, സോഷ്യൽ ആൻഡ് മെസ്സേജിങ് ആപ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ ഓഫീസ് ആൻഡ് ന്യൂസ്, ലേണിംഗ്, ഫയൽ ഷെയറിംഗ്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ്, മാപ്പ്, അങ്ങനെ ഈ കാറ്റഗറീസിൽ ഉൾപ്പെടാത്ത എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് സെർച്ച് ബാറിലൂടെ കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസിൻ്റെ പേരുകൾ നമുക്കിവിടെ കാണാം. അത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ വ്യൂ മോർ എന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുകൂടാതെ ഒരുപാട് പോപ്പുലർ സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ CC ക്ലീനർ, VLC മീഡിയ പ്ലെയർ, ഗൂഗിൾ ക്രോം, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്, അങ്ങനെ ഒരുപാടെണ്ണം കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് സോഫ്റ്റ്വെയർ എന്ന സെർച്ച് ബാറിൽ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെബ് പേജ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോം 64 ബിറ്റ് അതുപോലെ ബേസിക് ഗൂഗിൾ ക്രോം സോഫ്റ്റ്വെയർ ഒക്കെ കാണുവാൻ സാധിക്കും. ഗൂഗിൾ ക്രോം ഫോർ വർക്ക് 64 ബിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു വെബ് പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാം ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ ഫോർ വിൻഡോസ്. ഇത് തികച്ചും ലീഗലാണ്. സോ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കാണും. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. സോ സ്ക്രീൻഷോട്ട്സ് കാണാം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഈ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ട ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ്, ലാംഗ്വേജ്, ലൈസൻസ് എന്നൊക്കെയുള്ള ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ലൈസൻസ് ഗൂഗിൾ ക്രോമിന് തികച്ചും ഫ്രീ ആണ്. ഇതൊരു ഫ്രീവെയർ സോഫ്റ്റ്വെയർ ആണ്. സോ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരും. അത് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി, ജസ്റ്റ് ഇഗ്നോർ. അപ്പോൾ നമുക്ക് കാണാം യുവർ പ്രോഗ്രാം ഈസ് ഗെറ്റിംഗ് ഡൗൺലോഡഡ്. സോ നമ്മുടെ ഗൂഗിൾ ക്രോം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ആസ് യൂഷ്വൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ഇത്രയും ഉള്ളൂ ഗൈസ് വീഡിയോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ഗായ്സ്, ഇതുപോലെയുള്ള കിഡിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.